ലോകചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര വിസ്മയകഥകളുടെ കൂമ്പാരങ്ങളാണുള്ളത്. ഈ നൂറ്റാണ്ടിലും പോരാളികളും പോരാട്ടകഥകളും കേൾക്കുവാൻ മനുഷ്യന് എന്നും ആവേശമാണ്. അതിന് കാരണമുണ്ട്. എല്ലാ മനുഷ്യർക്കും മരണഭയം എന്നൊന്നുണ്ട്. എങ്കിൽ ആ ഭയം തെല്ലുമില്ലാതെ സ്വന്തം ജീവന് ഒരു പ്രാധാന്യവും നൽകാതെ യുദ്ധങ്ങളിൽ പോരാടി മരിക്കുവാൻ സധൈര്യം തുനിഞ്ഞിറങ്ങിയ ധീര പടയാളികളുടെ പോരാട്ടകഥകൾ നമുക്ക് ആവേശവും അത്ഭുതവുമാണ്. സ്വന്തം ജീവൻ സസന്തോഷം ബലി നൽകിയിരുന്ന ആ പോരാട്ടകഥകൾക്ക് അവസാനമില്ല. ജപ്പാനിലെ യുദ്ധപോരാളികളായിരുന്ന സമുറായി എന്നറിയപ്പെടുന്നവരുടെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ജപ്പാനിലെ ഉയർന്ന സൈനിക വിഭാഗമായാണ് സമുറായികൾ അറിയപ്പെട്ടിരുന്നത്. ജപ്പാനീസ് ഭാഷയിൽ ബുഷി ബ്യൂക്ക് എന്നും പറയുന്നു. സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ ജീവിച്ചിരുന്നവരുടെ ഒപ്പം നിൽക്കുന്നവർ എന്നാണ് സമുറായി എന്ന വാക്കിൻ്റെ അർത്ഥം. ഉയർന്ന ബഹുമാനവും അംഗീകാരവുമെല്ലാം അവർക്ക് ലഭിച്ചിരുന്നു. അതിൽ ഒട്ടും അത്ഭുതമില്ല. കാരണം സ്വന്തം ജീവൻ തൻ്റെ യജമാനു വേണ്ടി, തൻ്റെ നാടിനു വേണ്ടി ബലി നൽകുവാൻ തയ്യാറായവർ. ആ സമുറായികൾക്ക് സ്നേഹബഹുമാനങ്ങൾ ലഭിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്. 19-ാം നൂറ്റാണ്ട് വരെ ജപ്പാന്റെ ചരിത്രം നിയന്ത്രിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തതിൽ സമുറായികളുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ജപ്പാനിലെ സമുറായികളെക്കുറിച്ച് ചരിത്രകാരന്മാർ നിരന്തരം പഠിക്കുന്നു. ജപ്പാനിലെ ജന്മികളുടെ സേവകന്മാരായിരുന്നു സമുറായികളെന്ന് പഠനങ്ങൾ പറയുന്നു. ജപ്പാനിൽ കൃഷി ആരംഭിച്ചതോടുകൂടി കൃഷിസ്ഥലങ്ങൾ ഉണ്ടായി. അങ്ങനെ ആ കൃഷിസ്ഥലങ്ങൾക്ക് അതിർത്തികൾ നിർണയിക്കപ്പെട്ടു. സ്വന്തമാക്കിയ സ്ഥലങ്ങളെ ചൊല്ലി നിരന്തരം തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും എത്തി. കൃഷി നടത്തുവാനുള്ള സ്ഥലത്തിനു വേണ്ടി നടത്തിയ തർക്കങ്ങൾ വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് വരെ ചെന്നെത്തിയത് ചരിത്രം. ഈ യുദ്ധങ്ങളാണ് ജപ്പാനിൽ സമുറായി എന്ന പോരാളി വിഭാഗത്തെ സൃഷ്ടിച്ചത്. ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല, വർഷങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ അങ്ങനെ സമുറായികൾ സുപ്രധാന പങ്കാണ് വഹിച്ചത്. ആ ധീര പോരാളികളുടെ വീരകഥകൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിരവധിയുണ്ട്. ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടും എന്നുറപ്പായാൽ കറ്റാന എന്ന ആയുധം ഉപയോഗിച്ച് സ്വന്തം വയറ്റിൽ കുത്തിയിറക്കി അവർ ആത്മഹത്യ ചെയ്യും. മരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടേക്കാം, പക്ഷേ ശത്രുവിൻ്റെ കൈകളിൽ പെടില്ല. പരാജയപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന ധീരമായ ചിന്ത. ആ പോരാട്ടവീരന്മാരുടെ ധീരതയെ അന്നത്തെ ജപ്പാൻ ജനത വാഴ്ത്തിപ്പാടിയതിൽ അത്ഭുതമില്ല. സമുറായികൾക്ക് മരണഭയമില്ലാത്തതുകൊണ്ട് യുദ്ധഭൂമിയിൽ നിന്ന് ഭയപ്പെട്ട് അവർ പിന്തിരിഞ്ഞ് ഓടില്ല. തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും മരിക്കുന്നതുവരെ പോരാടുക, അല്ലെങ്കിൽ ധീരമായി മരിച്ചു വീഴുക. മരിക്കുവാൻ യുദ്ധം തന്നെ വേണമെന്നില്ല സമുറായികൾക്ക്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയി എന്നിരിക്കട്ടെ, അത് തിരിച്ചറിയുന്ന നിമിഷം സമുറായികൾ സ്വയം ശിക്ഷ നൽകും. അത് എന്താണെന്നല്ലേ? തൻ്റെ ആയുധം ഉപയോഗിച്ച് സ്വയം കുത്തിമരിച്ച് മരണശിക്ഷ സസന്തോഷം ഏറ്റുവാങ്ങുന്ന ഈ പോരാളികളെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കുവാൻ? ആത്മാർത്ഥതയും ഒപ്പം ഏതു നിമിഷവും മരിക്കുവാൻ തയ്യാറായി ജീവിക്കുന്ന ജപ്പാനിലെ സമുറായി പോരാളികൾ. പ്രതിജ്ഞകൾ നിറവേറ്റാതെ വരുമ്പോൾ, യുദ്ധത്തിൽ തൻ്റെ പിഴവുകൾ കൊണ്ട് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അധികാരികളെ തിരുത്തുവാൻ അവരുടെ കൈകളിലെ ഏകമാർഗം സ്വയം മരണത്തെ വരിക്കുക എന്നതായിരുന്നു. ഇന്ന് ചിന്തിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത ഈ ചരിത്ര സത്യങ്ങൾ സമുറായികളുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട്. ഇന്നും അവരുടെ വീരകഥകൾ പിൻതലമുറകൾ ആവേശത്തോടെ പറയുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കുന്നതിന് ഹരാഗിരി എന്നാണ് പറയുക. സമുറായികൾക്ക് മാത്രമേ അതിന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും മികച്ച വാളുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വിദഗ്ധരായ പണിക്കാർ അതിസൂക്ഷ്മമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ ശത്രുവിൻ്റെ തല കൊയ്യുവാനും പരാജയപ്പെട്ടാൽ സ്വയം മരിക്കുവാനും. ഏറെ പവിത്രതയോടെ സമുറായികൾ ഈ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നു. വാളിൻ്റെ മൂർച്ച പരിശോധിക്കുന്നതിനുമുണ്ട് പ്രത്യേകത, അതും മനുഷ്യ ശരീരത്തിൽ തന്നെ. ഒന്നുകിൽ ശവശരീരങ്ങളിൽ, അല്ലെങ്കിൽ കുറ്റവാളികളുടെ ശരീരങ്ങളിൽ. എന്നിട്ട് ഗുണഗണങ്ങൾ വാളിൻ്റെ പിടിയിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും. എത്രയെത്ര കൗതുകവും ഭീതിജനകവുമായ ചരിത്ര സംഭവങ്ങൾ. ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രമാണ് കിമോണോ.
സമുറായികളും ധരിച്ചിരുന്നത് ഇതുതന്നെ. അത് ധരിക്കുന്നതും ഒരു ചടങ്ങാണ്. ആദ്യം കുളിച്ച് സുഗന്ധദ്രവ്യങ്ങൾ മേലാകെ പൂശും, പിന്നെ വസ്ത്രം ധരിക്കുന്നു, അതിനുശേഷം ആയുധവും. 2 വാളുകൾ എപ്പോഴും ഉണ്ടാകും, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അങ്ങനെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ആയുധവുമേന്തി ജപ്പാനിലെ പോരാളികളായ സമുറായികൾ തയ്യാറെടുക്കുകയായി. തൻ്റെ യജമാനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ഉറച്ച മനസ്സോടെ ധീരമായി മുന്നോട്ട്. കൃത്യമായ നിയമസംഹിതകൾ പിന്തുടർന്നുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ആ നിയമസംഹിതയെ ബുഷിദോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബുദ്ധമത തത്വങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും പിന്നെ ജപ്പാനിലേക്കും എത്തിയ കാലം 7-ാം നൂറ്റാണ്ടോടുകൂടി സെൻ എന്ന പേരിൽ ജപ്പാനിൽ ഇത് വേരുപിടിച്ചു. സെൻ തത്വങ്ങൾ സമുറായികളും സ്വീകരിച്ചു. ആരെയും കൊല്ലരുത് എന്ന് പറയുന്നു ബുദ്ധമതം. പക്ഷേ കൊല്ലുവാനും മരിക്കുവാനും വേണ്ടി മാത്രം ജീവിച്ച സമുറായികളെ ഈ ബുദ്ധമത തത്വങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതൊരു കൗതുകകരമായ സംഗതി തന്നെ. എങ്കിലും സമുറായികളിൽ പലരും ദാർശനിക മനോഘടനയുള്ളവരായിരുന്നു എന്ന് അവരുടെ വാക്കുകൾ തെളിയിക്കുന്നു. ഇയൈഹാസു ടൊകുഗാവ എന്ന സമുറായി പോരാളിയുടെ വാക്കുകൾ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നു, വലിയൊരു ചുമടെടുത്തുകൊണ്ടുള്ള യാത്രയാണ് ജീവിതം. വീണുപോകാതിരിക്കുവാൻ ചുവടുകൾ സൂക്ഷിച്ചു വയ്ക്കുക, സാവധാനത്തിലും പതറാതെയും. അപൂർണതകളും അസൗകര്യങ്ങളും മനുഷ്യ സഹജമാണ്. അത് സ്വയം ബോധ്യപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ നിരാശയോ അതൃപ്തിയോ ഉണ്ടാകില്ല. ഉയരാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒപ്പം കടന്നുവരുന്ന ദുരിതപൂർണമായ ദിനങ്ങളെപ്പറ്റിയും ഓർക്കുക. മറ്റുള്ളവരുടെ കുറ്റം തിരയാതെ സ്വയം കുറവുകൾ കണ്ടെത്തുക. ജീവിതത്തെക്കുറിച്ച് ഇത്രയും ദാർശനികമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്ന സമുറായികൾ വെറും പടയാളികളെന്ന് നമുക്കെങ്ങനെ പറയുവാൻ കഴിയും? മരിക്കുവാൻ തയ്യാറെടുത്തവരെങ്കിലും ജീവിത കാഴ്ചപ്പാടുകൾ അവർക്ക് വ്യക്തമായി ഉണ്ടായിരുന്നു എന്നാണ് ഈ സമുറായിയുടെ വാക്കുകൾ തെളിയിക്കുന്നത്. ആത്മാഭിമാനം, ഏകാഗ്രത മുതലായവ സെൻഗുരുക്കളിൽ നിന്നായിരിക്കാം അവർക്ക് ലഭിച്ചത്. സമുറായികളുടെ സമൂഹത്തിൽ വനിതകളും ഉണ്ടായിരുന്നു എന്നത് ഏറെ ആശ്ചര്യകരം. കോജോ മസാക്കോ, ടൊമോയി ഗൊസേൺ, അങ്ങനെ നിരവധി വനിതകളും യുദ്ധപോരാളികളായി ജപ്പാനിലുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. കഥകളും കവിതകളും സിനിമകളുമൊക്കെ സമുറായികളെ കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കപ്പെട്ടു. ജനഹൃദയങ്ങളിൽ കുടിയേറിയവരെക്കുറിച്ച് കലാസൃഷ്ടികൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. ലോക സിനിമകളിൽ സമുറായികളുടെ കഥകൾ അവതരിപ്പിക്കപ്പെട്ടു. അവയിൽ ഏറ്റവും പ്രാധാന്യവും ലോക ക്ലാസിക്കായി തന്നെ മാറിയ ഒരു സിനിമയാണ് 7 സമുറായി. ലോകപ്രശസ്തനായ ജാപ്പനീസ് ചലച്ചിത്രകാരൻ അകിര കുറോസോവയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 1954 ഈ സിനിമ പുറത്തിറങ്ങി. പർവ്വത അടിവാരത്തിൽ കർഷകർ മണ്ണിൽ കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്ന ഒരു ഗ്രാമവും അവിടെ കർഷകർ വിളവെടുപ്പ് കഴിഞ്ഞ് അത് കൊള്ളയടിക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന ഒരു കൊള്ളസംഘം. ഈ കൊള്ളസംഘത്തെ നേരിടാനിറങ്ങിയ 7 വീരയോദ്ധാക്കളുടെ കഥയാണ് 7 സമുറായി എന്ന പേരിൽ കുറോസോവ ചലച്ചിത്രമാക്കിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ ചലച്ചിത്ര കാവ്യം എന്ന് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. നിരവധി ചലച്ചിത്രമേളകളിൽ 7 സമുറായി ബഹുമതികൾ വാരിക്കൂട്ടി. പുരാതന കാലത്തെ ഏറ്റവും അച്ചടക്കവും ആത്മാർത്ഥതയുമുള്ള യുദ്ധപോരാളികളായിരുന്നു സമുറായികൾ. ജപ്പാന്റെ പോയകാല ചരിത്രങ്ങളിൽ ഈ യുദ്ധപോരാളികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. നൂറ്റാണ്ടോളം സമുറായി എന്ന വാക്ക് ആ നാടിൻ്റെ ഭാഗം തന്നെയായി. 1800കളുടെ അവസാനത്തിൽ മെയ്ജി ചക്രവർത്തിയുടെ കീഴിലുള്ള ജാപ്പനീസ് സർക്കാർ സമുറായി വർഗത്തെ നിർത്തലാക്കി. പോരാടി മരിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ച് സ്വാഭാവിക ജീവിതമോഹങ്ങളും പ്രതീക്ഷകളും ഒന്നുമില്ലാതെ യുദ്ധത്തിൻ്റെയും പോരാട്ട മരണങ്ങളുടെയും മാത്രം കണക്കുകൾ കുറിച്ചുവെച്ച് കൊല്ലുവാനും മരിക്കുവാനും നടന്ന ഈ പോരാളികളെക്കുറിച്ച് ഇപ്പോൾ നാം ചിന്തിക്കുമ്പോൾ പോയകാലത്തിൻ്റെ യുദ്ധകാഹളങ്ങൾ കാതുകളിൽ അലയടിക്കുന്നത് പോലെ സമുറായികളുടെ ജീവിതകഥകളുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഇവിടെ അവതരിപ്പിച്ചു നിർത്തുന്നു.